വ്യാജ പാസ്പോർട്ടുമായി എത്തിയ ബംഗ്ലാദേശ് സ്വദേശി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത അംസാദ് ഹുസൈനെയാണ് സാഹസികമായി പിടികൂടിയത്. സംഭവത്തിൽ SI അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുമേറ്റു. ഇന്നലെ രാത്രിയാണ് തീവ്രവാദിയെന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശ് സ്വദേശി അംസാദ് ഹുസൈനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ പിടികൂടിയത്. ഇയാളെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇവർ തുടർ നടപടികൾക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് അത്താണി സിഗ്നലിൽ പോലീസ് വാഹനം നിർത്തവേ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഇയാൾ രക്ഷപ്പെട്ടത്. തുടർന്ന് അതിസാഹസികമായി അംസാദിനെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുകയായിരുന്നു. ഞങ്ങളൊക്കെ വിവരം അറിഞ്ഞുകൊണ്ട് വേഗം ചെല്ലുകയും ആ ഭാഗത്തെല്ലാം കടയുടെ സഹായത്തോടെയൊക്കെ സെർച്ച് ചെയ്തു. എൻ്റെ ഫോട്ടോ മാക്സിമം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3-4 കിലോമീറ്റർ അപ്പുറം മാറി ഒരു സംശയം പറഞ്ഞു അങ്ങനെ ഒരാൾ പോകുന്നത് കണ്ടതായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂട്ടി പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം ഇയാളാണെന്ന് മനസ്സിലായി. ബാഗിൽ നിന്ന് കണ്ടതിന് പക്ഷേ പോലീസ് വണ്ടി കണ്ട് ഇയാൾ ഓടി ഒരു ഭാഗത്തേക്ക് ഓടി. അതിലെ മുള്ളുകമ്പിയൊക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. വളരെ ഒരു 10-300 മീറ്റർ ഓടിക്കേണ്ടി വന്നു. ഓടിച്ച് പിടിച്ചു. പോലീസുകാർക്ക് ചെറിയ മുറിവൊക്കെ പറ്റി. എന്നാലും ആളെ കിട്ടി. ഇയാളെ നാളെ കോടതിയിലേക്ക് ഹാജരാക്കും. ഈ പറഞ്ഞ നിലവിലുള്ള കേസിലേക്ക്. കൂടാതെ ഇപ്പം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കേസെടുക്കും. തീവ്രവാദ പ്രവർത്തകൻ എന്നതടക്കമുള്ള സംശയം നിലനിൽക്കുന്ന പ്രതി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതറിഞ്ഞ് ആലുവ റൂറൽ SP അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തിരച്ചിലിനായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം അംസാദിനെ ക്രൈംബ്രാഞ്ച് സംഘം അതിസാഹസികമായി ചെങ്ങമനാടിന് സമീപം പാടശേഖരത്തിന് നടുവിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഇയാളെ പിടികൂടുന്നതിനിടെ SI അരുൺ, അനീഷ്, രാജേഷ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവരെയും പ്രതി അംസാദ് ഹുസൈനെയും ക്രൈംബ്രാഞ്ച് സംഘം വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. അംസാദ് ഹുസൈനെ ഇവിടേക്കെത്താൻ സഹായം ചെയ്തവരെ അടക്കം കണ്ടെത്തി. സംഭവത്തിലെ തീവ്രവാദ സ്വഭാവം അടക്കം പോലീസും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും പരിശോധിക്കാനാണ് സാധ്യത. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.